കതിരൂർ പുല്യോട് ശ്രീ കൂർമ്പക്കാവിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഉത്സവത്തിന് കൊടിയേറിയത്. വ്യാഴാഴ്ച ഉത്സവം സമാപിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് അടിയറ വരവ്, ചോമപ്പൻ വരവ്, രാത്രിയിൽ ടോപ്പ് സിംഗർ മത്സര പരിപാടിയിലൂടെ പ്രശസ്തി നേടിയ മേഘന, കൈരളി പട്ടൂർമാൽ താരം ശ്യാംലാൽ, ബാസിൽ, ഷിജു, മോനിഷ, ഐശ്വര്യ എന്നിവർ സംബന്ധിക്കുന്ന റെഡ് ഐഡിയാസ് മെഗാ ഗാനമേളയുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് 5:30 താലപ്പൊലി എടുക്കൽ, 6 കലശഘോഷയാത്ര, 8:30 മെഗാ ഗാനമേളയും രാത്രി കോഴൂർ പാനുണ്ട ജനകീയ കമ്മിറ്റിയുടെ കാഴ്ചയും കാവിലെത്തിച്ചേരും. തുടർന്ന് യുവജന നള്ളച്ചേരി ജനകീയ കാഴ്ച കമ്മിറ്റി ഒരുക്കുന്ന കാഴ്ചവരവും ഉണ്ടാകും. ഇന്നും നാളെയും മറ്റന്നാളുമായി 3 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഉത്സവ മഹോത്സവത്തിൻ്റെ നാളെ ബുധനാഴ്ച കുളിച്ചെഴുന്നള്ളത്ത് 11 മണിക്ക് കുളിച്ച് എഴുന്നള്ളത്തോടുകൂടി ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കും. 1 മണിക്ക് മുതക്കലശത്തിലേക്കുള്ള യാത്രയും 4 മണിക്ക് മുതക്കലശത്തിൽ നിന്ന് തിരിച്ചു വരവും. അതിനുശേഷം താലപ്പൊലി എടുക്കൽ ചടങ്ങ് നടക്കുന്നതോടുകൂടി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലശ ഘോഷയാത്രകൾ ഇവിടെ എത്തിച്ചേരും. കലശ ഘോഷയാത്രയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് DJ പോലുള്ള കലശ ഘോഷയാത്രകൾ പുല്ലോട് കാവിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന നിലയിൽ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും കൃത്യമായി പാലിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം കാവിലെ സ്റ്റേജിൽ ഒരു മെഗാ ഗാനമേള 8:30 ആരംഭിക്കും. അതിനുശേഷം കലശങ്ങളെല്ലാം 11 മണിയോടുകൂടി കാവിൽ പ്രദക്ഷിണം പൂർത്തീകരിക്കണം. അതിനുശേഷം 10 മണിക്ക് നമ്മുടെ പാനുണ്ട കോഴൂർ ദേശകമ്മിറ്റി ഒരുക്കുന്ന കാഴ്ചവരവ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. യുവജന നള്ളച്ചേരിയുടെ നേതൃത്വത്തിൽ 12 മണിക്ക് കാഴ്ചയും കാവിലേക്ക് എത്തിച്ചേരുന്നു. അതോടുകൂടി ഉത്സവാഘോഷത്തിൻ്റെ കാഴ്ചവരവുകൾ സമാപിക്കും. അതിനുശേഷം വരുന്ന ഉദയസ്ഥാന പൂജയാണ്. ഉദയസ്ഥാന പൂജ കഴിഞ്ഞാൽ പിന്നെ പിറ്റേത്തെ ദിവസത്തെ ചടങ്ങുകളാണ് നടക്കുന്നത്. പിന്നെ വിവിധ പ്രദേശങ്ങളിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കോഴൂർ, എരുവട്ടി, ഓലായിക്കര പാനുണ്ട ദേശകമ്മിറ്റി ഒരുക്കുന്ന പ്രസാദ സദ്യയും കൂടി ഇവിടെ നടക്കുന്നു. പ്രസാദ സദ്യ കഴിയുന്നിടത്ത് കാവിൽ നിന്ന് ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവത്തിന് മുളകേറോടുകൂടി താലപ്പൊലി മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഇവിടുന്ന് നടിയടച്ച് കാവിൽ നിന്നുള്ള ഇറക്കമാണ്. അതോടുകൂടി നമ്മുടെ ഉത്സവാഘോഷ പരിപാടികൾക്ക് സമാപനം കുറിക്കും. ഉത്സവത്തിന്റെ സമാപന ദിവസമായ വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ഉദയാസ്തമന പൂജ, ആയിരത്തിരിയും കലശം പൊന്തലും തുടങ്ങി ഉച്ചയ്ക്ക് 2 ഭഗവതിയെ തേരേറ്റൽ തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. ഉച്ചയ്ക്ക് എരുവട്ടി, പാനുണ്ട, കോഴൂർ, ഓലായിക്കര ദേശവാസികളും സേവാസമിതിയും ചേർന്നൊരുക്കുന്ന പ്രസാദ സദ്യയും ഉണ്ടാകും. 2:30 മുളകേർ ചടങ്ങും തുടർന്ന് നടയടച്ച് കാവിറങ്ങലും നടക്കുന്നതോടെ ഈ വർഷത്തെ താലപ്പൊലി ഉത്സവം സമാപിക്കും. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.